ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന ജാപ്പനീസ് അനിമെ ടി വി സീരീസിന്റെ സീസൺ 2 രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പാവുന്നോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോട്ടോ സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ മിക്കിനെ ടൈറ്റൻസ് എല്ലാവരും കൂടി ചേർന്ന് കീറി അങ്ങ് മുറിക്കുന്നു. കമാൻഡർ പിക്സസ്, വാൾറൂസ് തകർന്നു, ടൈറ്റൻസ് അകത്ത് കയറി എന്നൊരു ഓഫീസർ പറയുന്നു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഹാനസും മറ്റുള്ളവരെല്ലാവരും ഞെട്ടുന്നു. പിന്നീട് സ്റ്റോഴ്സ് നഗരമാണ് കാണിക്കുന്നത്. ടൈറ്റൻസ് വാൾറൂസ് തകർത്തു എന്ന വാർത്ത കേട്ട് അവരെല്ലാവരും അവിടെ നിന്നും പുറപ്പെടാൻ വേണ്ടി നിൽക്കുന്നു. ഓ നാശം, എന്താ ഇവിടെ നടക്കുന്നേ എന്ന് എറിൻ ചോദിക്കുന്ന സമയത്താണ് ടൈറ്റനുകൾ ഉള്ളിലുള്ള ഒരു മതിൽ, അതെന്തിനാ ടൈറ്റൻസിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ആർമിൻ അങ്ങോട്ട് വരുന്നത്. അവർ മുൻപും ഇതുപോലെ മതിലുകൾ തകർത്തിട്ടുണ്ടല്ലോ, ആ നഗരത്തിൽ നമ്മൾ ഉണ്ടായിരുന്നതല്ലേ? ഇല്ല, അന്ന് തകർത്തത് ഗേറ്റ് ആയിരുന്നു എന്ന് ആർമിൻ പറയുന്നു. ആർമിൻ, നീ എന്താ ഈ പറഞ്ഞു വരുന്നേ എന്ന് മിക്കാസ് അവനോട് ചോദിക്കുന്നു. മതിലുകൾക്കുള്ളിലെ കല്ലുകൾക്കിടയിൽ വിടവുകളില്ല, അത് മാത്രമല്ല മതിലുകൾ തമ്മിൽ പിളർച്ചയുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അത് നിർമ്മിച്ചതെന്ന് നമുക്കറിയില്ലായിരുന്നു. ഒരുപക്ഷെ ടൈറ്റനുകളുടെ ഹാർഡനിങ് കഴിവ് ഉപയോഗിച്ചിട്ടാണെങ്കിലോ എന്ന് ആർമിൻ ചോദിക്കുന്നു. ആനിക്ക് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ മറ്റ് ടൈറ്റൻസിനും അത് ഉപയോഗിക്കാൻ കഴിയുമായിരിക്കും. ഇതേസമയം ഹാനിയുടെ ഹാർഡനിങ് ടെക്നിക്കിൽ നിന്നും ആ ക്രിസ്റ്റലിന്റെ സാമ്പിൾസ് എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ക്വാഡ് ലീഡർ, നമുക്ക് പുറപ്പെടാനുള്ള സമയമായി, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? പെട്ടെന്നാവട്ടെ എന്നൊരു ഓഫീസർ പറയുന്നു. പെട്ടെന്ന് സാമ്പിൾസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഹാൻജി ഞെട്ടുന്നു. ഹാൻജി, നമുക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ ലീവായി അങ്ങോട്ട് വരുന്നു. സോ അങ്ങനെ അവർ പുറപ്പെടാൻ വേണ്ടി നിൽക്കുവാണ്. ഇവരുടെ കൂടെ തന്നെ പാസ്റ്റർ നിക്കും വരുന്നുണ്ട്. ഈ പാസ്റ്ററിനെ എന്തിനാ കൊണ്ടുപോകുന്നേ എന്ന് ആർമിൻ ചോദിക്കുന്നു. നിക്കും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇങ്ങനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ സ്ക്വാഡിന്റെ ക്രമീകരണത്തിന് എന്തോ പന്തികേട് തോന്നുന്നു അല്ലേ? എന്ത് പറയുന്നു ലീവായ് എന്ന് ഹാൻജി ചോദിക്കുന്നു. ഇല്ല, തോന്നുന്നില്ല എറിൻ, ഇവരെ തെരഞ്ഞെടുത്തതിന് ഒരു കാരണമുണ്ട് എന്ന് ക്യാപ്റ്റൻ ലീവായ് പറയുന്ന സമയത്താണ് ഗേറ്റുകൾ തുറക്കുന്നത്. വാൾറോസിനുള്ളിലെ സ്ഥിതി എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല, പക്ഷേ എർമിച്ച് വരെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അതുവഴിയായിരിക്കും നമ്മൾ പോകുന്നത് എന്ന് കമാൻഡർ എർവിൻ പറയുന്നു. സോ അവരവിടെ നിന്നും പുറപ്പെടുന്നു. ഇത്രയും കാലം ടൈറ്റൻസിൽ നിന്നും മനുഷ്യരെ രക്ഷിച്ചത് ടൈറ്റൻസ് തന്നെയായിരുന്നു എന്ന് ആ മതിലിനെ നോക്കി ചിന്തിക്കുവാണ് ആർമിൻ. മതിലുകൾക്കുള്ളിൽ ടൈറ്റൻസ് ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നോ? അതെ, ഇത്രയും കാലം ഇദ്ദേഹം അത് രഹസ്യമാക്കി വെച്ചിരിക്കുവായിരുന്നു. ക്രൂരന്മാരായിട്ടുള്ള നമ്മുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങേരെ കൂടെ കൊണ്ടുപോകുന്നത്. അതിനുശേഷവും ഒന്നും പറയാതെ മിണ്ടാതിരിക്കാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമോ? അതോ എല്ലാം നേരിൽ കണ്ടതിന് ശേഷം തന്റെ വിശ്വാസത്തെ ഇങ്ങേരെ ചോദ്യം ചെയ്യുമോ? ഇല്ല, ഇതെല്ലാം തെറ്റാണ്. നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഇപ്പോ പറയടോ. മനുഷ്യരാശിയുടെ ഭാവിയേക്കാൾ മുകളിൽ തനിക്ക് എന്ത് കാരണമാണുള്ളത് ഇത് പറയാതിരിക്കാൻ എന്ന് പറഞ്ഞ് എറിൻ ടെൻഷനാവുന്നു. കൂടുതലായി ഒച്ച വെച്ചത് കൊണ്ട് അവന്റെ തല വേദനിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കാൻ ഒന്നിൽ കൂടുതൽ വഴികളുണ്ട് എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ലീവായ് അങ്ങേർക്ക് നേരെ ഗണ്ണ് ചൂണ്ടുന്നു. പരിക്കുകൾ കാരണം ഫൈറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കും, പക്ഷെ ഇങ്ങേരുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ അതെന്നെ കൊണ്ട് പറ്റും. ഭീഷണി കൊണ്ടൊന്നും പ്രയോജനമില്ല ലീവായ്, അത് ഞാൻ നോക്കിയതാ എന്ന് ഹാൻജിയും പറയുന്നു. പാസ്റ്റർ നിക്കിനെ കണ്ടിട്ട് യുക്തിപൂർവ്വം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്റെ തോന്നല് മാത്രമാണ്. ഇങ്ങേരി മിണ്ടാതിരിക്കുന്നതിന് കാരണം മനുഷ്യരാശിയേക്കാൾ വലുതെന്തോ ഇങ്ങർക്ക് അറിയാമെന്ന് തോന്നുന്നു എന്ന് ഹാൻജി പറയുവാണ്. സോ ഇത്രയൊക്കെ കേട്ടിട്ടും പാസ്റ്റർ നിക്ക് കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുവാണ്. അന്നേ ദിവസത്തെ രാവിലത്തെ സീനാണ് പിന്നെ കാണുന്നത്. സെഷയും മറ്റൊരു ഓഫീസറും സെഷയുടെ ഗ്രാമത്തിനടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെഷയുടെ ഗ്രാമത്തിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ മറ്റൊരു ഗ്രാമം കൂടിയുണ്ട്. ശരി, ഈ ഗ്രാമത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നിന്റെ ഗ്രാമത്തിലോട്ട് പോക്കോ എന്ന് ആ ഓഫീസർ ശശയോട് പറയുന്നു. അങ്ങനെ ശശ തനിച്ച് തന്റെ ഗ്രാമത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ശശയും തന്റെ അച്ഛനും അവിടെ അടികൂടി കൊണ്ടിരിക്കുകയാണ്. ഇവരാണെങ്കിൽ ഒരു ഗ്രാമീണ ശൈലിയിലാണ് സംസാരിക്കുന്നത്. ശീതകാലത്തേക്ക് വേണ്ടി മാറ്റിവെച്ച ഫുഡെല്ലാം തന്നെ മോഷ്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശശ. അതിന് അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളുടെ അച്ഛൻ. ശരി, തിന്നടി, നീ തിന്ന് മുടിപ്പിക്കിവിടെ എന്ന് പറഞ്ഞ് അച്ഛൻ മാറി നിൽക്കുന്നു. സഷ, ഈ ലോകം ഇങ്ങനെ മാറുന്നതിനെ പറ്റി നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ വനം ഇങ്ങനെ ചുരുങ്ങുന്നതും വേട്ട കുറയുകയും ചെയ്യുന്നതെന്ന്? പുറത്തുനിന്നുള്ളവർ നമ്മുടെ കാട്ടിൽ നിന്നും മോഷ്ടിക്കുന്നു, അത് തന്നെ കാരണം. അതുകൊണ്ടല്ലേ ഞാനിപ്പോ പട്ടിണിയായത് എന്ന് സഷ പറയുന്നു. പക്ഷേ അവർക്ക് അവരുടെ നാടും വീടൊക്കെ നഷ്ടമായില്ലേ? അവർക്ക് വേറെ മാർഗമില്ല. വീട് നഷ്ടമായത് അവരുടെ കുഴപ്പം കൊണ്ടല്ലേ? അതിനെന്തിനാ നമ്മളെ ശല്യം ചെയ്യുന്നത്? ടൈറ്റനുകളാണ് അതിന് കാരണം. വാൾമറിയയിൽ അത്രയും വലിയൊരു ദുരന്തമുള്ളപ്പോൾ അവർ വേറെ എങ്ങോട്ട് പോകും? കാടൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേരെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിന് വേട്ടയാടൽ ഉപേക്ഷിക്കാൻ സമയമായെന്ന് തോന്നുന്നു.
കുതിരകളെ വളർത്താനുള്ള പണം തരണമെന്ന് ഗവൺമെന്റിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സഷയുടെ അച്ഛൻ പറയുന്നു. ഇല്ല, എന്തിന്? വേട്ടയാടൽ ഉപേക്ഷിച്ച അത് നമ്മളെ തന്നെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ എന്തിനാ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്? കാരണം നമ്മളെല്ലാം ഈ ലോകത്തിന്റെ ഭാഗമാണ്. മനുഷ്യരെന്നും കൂട്ടമായാണ് ജീവിക്കുന്നത്. തനിച്ച് അവരുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ കൂട്ടത്തിൽ ചേർന്നേ പറ്റൂ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ പൂർവികർ ജീവിച്ചതുപോലെ നമ്മളും ഇവിടെ തന്നെ ജീവിക്കും. പുറത്തുനിന്നുള്ളവരോട് നമുക്ക് യാതൊരുവിധ കടപ്പാടുമില്ല. ശരി, അതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിന്റെ അതേ അഭിപ്രായമുള്ളവരോട് കൂടെ ചേർന്ന് നിനക്കും ഈ കാട്ടിൽ താമസിക്കാം. പക്ഷേ സഷ, ഈ തീരുമാനത്തിന്റെ പുറത്ത് മരിക്കാൻ നീ തയ്യാറാണോ? ആ പാതിയിൽപ്പെട്ടാൽ സഹായത്തിനായി യാചിക്കാൻ നിനക്ക് കഴിയില്ല. നീ അവരെ സഹായിച്ചില്ലെങ്കിൽ അവർ നിന്നെ സഹായിക്കുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. കുടുംബത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടി പാരമ്പര്യം ഉപേക്ഷിക്കാനും ഞാൻ തയ്യാറാണ്. നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ കാടിന് പുറത്ത് ഒരു വലിയ ലോകമുണ്ട്. സഷ, നീ ഇത്രയും വലിയ ഒരു ഭീരുവായിരുന്നോ? ഈ കാട് വിട്ട് പുറത്തുള്ളവരുമായി ഇടപഴകാൻ നിനക്ക് പേടിയാണോ എന്ന് സഷയുടെ അച്ഛൻ പറഞ്ഞത് അവൾ ആലോചിക്കുന്നു. വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. 3 വർഷം മുൻപാണ് ഞാൻ അവസാനമായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അവരെല്ലാവരും രക്ഷപ്പെട്ടു കാണും. പെട്ടെന്നതാ അവൾക്ക് മുമ്പിൽ ഒരു ടൈറ്റന്റെ ഫുട് പ്രിന്റ്സ്. ഇത് കണ്ട് അവൾ ഞെട്ടുന്നു. ഇല്ല, ഇവർ ഇത്രയും ഉള്ളിൽ കടന്നോ എന്ന് അവൾ ചിന്തിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവൾ അവളുടെ ഗ്രാമത്തിലോട്ട് എത്തുന്നു. അപ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത്. 3 വർഷം മുൻപ് അവൾ കണ്ട അവളുടെ ഗ്രാമമായിരുന്നില്ല അത്. ഒരുപാട് മാറ്റങ്ങൾ ആ ഗ്രാമത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഒരു ടൈറ്റൻ ആക്രമിച്ചതുപോലെയൊന്നും ആ ഗ്രാമത്തിൽ കാണുന്നില്ല. പക്ഷേ ആളുകളെയും കാണാനില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഗ്രാമത്തിലെ ഒരു വീടാണ്. ആ വീടിനകത്ത് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പുറകിലതാ ഒരു ചെറിയ ടൈറ്റനും. ഒരു ചിക്കൻ ലെഗ് പീസ് കഴിക്കുന്ന ലാഘവത്തോടെ ആ കുട്ടിയുടെ അമ്മയെ ആ ടൈറ്റൻ കഴിച്ചു കൊണ്ടിരിക്കുവാണ്. ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാതെ ആ കുട്ടി പേടിച്ച് വിറച്ചു നിൽക്കുന്നു. പെട്ടെന്നതാ ഒരു ആക്സും കയ്യിൽ പിടിച്ചുകൊണ്ട് സഷ അങ്ങോട്ട് വരുന്നു. അതിനിപ്പോ കൊല്ലൂടാന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. മതിലുകൾക്കുള്ളിൽ പട്ടണങ്ങൾ കൂടാതെ പല വലുപ്പത്തിലുള്ള ഗ്രാമങ്ങളുമുണ്ട്. താരതമ്യ ഗ്രാമത്തിലെ ജനസംഖ്യ നഗരങ്ങളിലേക്കാൾ കൂടുതലാണെങ്കിലും നഗരത്തിലെ ജനങ്ങൾക്ക് ഭക്ഷണവും മറ്റു ആവശ്യ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഇവരുടെ ചുമതലയാണ്. കോടാലിയും കൊണ്ട് വന്ന സഷ അതിനെ അറഞ്ചം പുറഞ്ചം വെട്ടുന്നുണ്ടെങ്കിലും അതിനൊരു പോറൽ പോലും സംഭവിക്കുന്നില്ല. ഒരുപാട് ബ്ലഡിലെല്ലാം അതിന്റെ ശരീരത്തിൽ നിന്നും തെറിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും മുറിയുന്നു പോലുമില്ല. പെട്ടെന്ന് സഷയുടെ കയ്യിൽ നിന്നും ആ കോടാലി തെറിച്ചു പോവാണ്. സോ അവരുടെ ആ സോഡ് തന്നെ വേണം ടൈറ്റൻസിനെ ഇല്ലാതാക്കാൻ. വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ശേഷ ആ അമ്മയോട് സോറി പറഞ്ഞ് ആ കുട്ടിയെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുവാണ്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന അവരെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ആ ടൈറ്റൻ. തന്റെ കുതിരയെ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ശശ ആ കുട്ടിയോട് പേരും മറ്റു വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് ആ കുട്ടി ശശയോട് ചോദിക്കുന്നു. ഇത് കേട്ട് ഒരു നിമിഷം ആ കുട്ടിയെ തന്നെ നോക്കുവാണ് ശശ. പെട്ടെന്നതാ അവളുടെ കയ്യിൽ നിന്നും കുതിര ചാടിപ്പോകുന്നു. ഇതേ സമയമാണ് ആ ടൈറ്റൻ അവരുടെ പിന്നാലെ വരുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പും വില്ലും എടുത്തുകൊണ്ട് കുട്ടിനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുവാണ് ശശ. എന്തിന്? എല്ലാവരും ഓടിപ്പോയല്ലോ. ഒന്നും സംഭവിക്കില്ല, ഞാൻ എന്റെ കൂടെ, നീ പേടിക്കണ്ട എന്ന് ശശ ആ കുട്ടിയോട് പറയുന്നു. എന്റെ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും ഞങ്ങളെ സഹായിക്കാൻ ആരും വന്നില്ല. നോക്കി നിൽക്കാനേ എന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ എന്ന് ആ കുട്ടി പറയുന്നു. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്ക്. നീ ഈ വഴി നേരെ ഓടിക്കൊണ്ടിരിക്കണം. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ നീ സഹായിക്കാൻ വന്ന ആളുകളെ കാണും. അവർ നിന്നെ രക്ഷിക്കും. പെട്ടെന്നൊന്നും നീ അവരെ കാണില്ല. പക്ഷേ കാണുന്നത് വരെ നീ ഓടിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായോ എന്ന് പറഞ്ഞ ശേഷം ആ കുട്ടിയോട് ഓടാൻ പറയുന്നു. തിരിഞ്ഞു നിന്ന് തന്റെ കയ്യിൽ അമ്പ് ഉപയോഗിച്ച് ആ ടൈറ്റിന് നേരെ തൊഴുത്തുവിടുന്നു. അതിന്റെ കഴുത്തിൽ തറച്ചു നിൽക്കുവാണ് ആ അമ്പ്. അതിന്റെ 2 കണ്ണിനെയും ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ശേഷ ഒരു ഉയരമുള്ള സ്ഥലത്ത് നിന്ന് അതിന്റെ കണ്ണിന് ഷൂട്ട് ചെയ്യുന്നു. കൃത്യമായി അത് അവിടെ കൊള്ളുവാണ്. ഇനി 2 മാത്രമേ അവളുടെ കയ്യിൽ ബാക്കിയുള്ളൂ. മറ്റേ കണ്ണിനും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവളുടെ ഉന്നം പിഴക്കുന്നു. ഇനി ഒരേ ഒരു അമ്പ് മാത്രമേ അവളുടെ കയ്യിൽ ബാക്കിയുള്ളൂ. അതും ആ കണ്ണിന് കൊണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവളെയും ആ കൊച്ചുകുട്ടിയെയും ആ ടൈറ്റൻ കൊന്നുകളയും. സോ ആ ടൈറ്റൻ ഇപ്പോ അവളുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അവൾ അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. പക്ഷേ ആ ടൈറ്റന്റെ ആ കണ്ണിലോട്ട് അത് കൊള്ളുമെന്നുള്ള പ്രതീക്ഷ അവൾക്കില്ല. അതുകൊണ്ട് ആ അമ്പ് വലിച്ചെറിഞ്ഞ് ആ വില്ല് ഉപയോഗിച്ച് ഓടിപ്പോയി അതിന്റെ കണ്ണിനിട്ട് ഒറ്റ കുത്തങ്ങ് കൊടുക്കുന്നു. സോ 2 കണ്ണും പൊട്ടിയത് കൊണ്ട് ഇപ്പൊ അതിന് കണ്ണ് കാണാനില്ല. അങ്ങനെ ആ ടൈറ്റന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ആ കുട്ടിയെ തെരഞ്ഞുകൊണ്ട് അവൾ പോകുന്നു. അപ്പോഴാണ് ഒരുപാട് കുതിരകളുടെ ശബ്ദം കേൾക്കുന്നത്. നോക്കുന്ന സമയത്തതാ അവളുടെ അച്ഛൻ ആ കുട്ടിയെയും കൊണ്ട് ഒരുപാട് കുതിര പുറത്ത് അങ്ങോട്ട് വരുന്നു. സഷ, അത് നീയാണോ എന്ന് അവളുടെ അച്ഛൻ ചോദിക്കുന്നു.
എല്ലാവർക്കും കുതിരകളെ കൊടുത്തു വരുന്ന വഴിയാണ്. അപ്പോഴാണ് കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടിയെ കണ്ടത്. ഗ്രാമത്തിൽ ഒരാളുണ്ടെന്ന് ഇവളാ പറഞ്ഞേ. അത് നീയായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ കുട്ടിയെ രക്ഷിക്കാൻ നീ ഒരു ടൈറ്റനുമായിട്ട് ഏറ്റുമുട്ടിയല്ലേ? നിന്നെ ഓർത്ത് എനിക്ക് ഒരുപാടധികം അഭിമാനം തോന്നുന്നു. ഏതൊരു മക്കളും തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് ഒരുപാട് നന്ദിയുണ്ട് അച്ഛാ എന്ന് സശയും പറയുന്നു. പിന്നീട് സൗത്ത് സൈഡിലോട്ട് പോയ കോണിയേനെയാണ് കാണിക്കുന്നത്. അവന്റെ ഗ്രാമത്തിൽ ചെന്ന് അവൻ കാണുന്നത് ഗ്രാമം മുഴുവനായിട്ടും ഇല്ലാണ്ടായിരിക്കുന്നതാണ്. ഹേയ് ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് ഞാനാ കോണി. ഞാനിതാ ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നു. ഹേയ്, ആരെങ്കിലും ഉണ്ടോ എന്ന് വളരെയധികം ശബ്ദത്തിൽ അവൻ ചോദിക്കുന്നു. യാതൊരുവിധ റെസ്പോൺസും കിട്ടുന്നില്ല. എന്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് കോണി അവന്റെ വീടിരിക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നു. അച്ഛാ, അമ്മ, സണ്ണി, മാർട്ടിൻ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് കോണി അവന്റെ വീടിന്റെ മുമ്പിലോട്ട് ചെല്ലുന്നു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. അവന്റെ വീടിന്റെ മുകളിലതാ ഒരു ടൈറ്റൻ കിടക്കുന്നു. ഇത് കണ്ട് അവൻ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു. അപ്പോഴാണ് റെയ്നർ അങ്ങോട്ട് വരുന്നത്. അവനും ആ ടൈറ്റനെ കാണുന്നുണ്ട്. അവരുടെ ടീമിലുള്ള എല്ലാവരും ആ ടൈറ്റനെ നോക്കി നിൽക്കുവാണ്. അപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അതിന്റെ കൈയും കാലും വളരെയധികം ചെറുതാണ്. സോ അതിന് നടക്കാനോ ഒന്ന് എഴുന്നേക്കാനോ ആ കൈയും കാലും കൊണ്ട് പറ്റില്ല. അപ്പോ അതെങ്ങനെ ഇങ്ങോട്ട് വന്നു? ഇവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ എന്ത് സംഭവിച്ചു? സോ അവിടെ വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ കോണിയുടെ ഗ്രാമത്തിലുള്ള ആ ടൈറ്റൻ ഇപ്പോൾ കിടക്കുന്നത് അവന്റെ വീടിന് മുകളിലാണ്. അതിനുള്ള ഇപ്പോഴത്തെ കാലും കൈയും ഉപയോഗിച്ച് എഴുന്നേക്കാനോ ഒന്ന് നടക്കാൻ പോലും അതിനെ കൊണ്ട് സാധിക്കില്ല. അപ്പോ എങ്ങനെ ആ ടൈറ്റൻ അങ്ങോട്ട് വന്നു? അതാണ് ചോദ്യം. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതുവരെയും ബൈ.